കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവ അവനെ നോക്കി, ഭയപ്പെടേണ്ട, ഈ ബലത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏകദേശം 7 വർഷത്തോളം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനത അവരാൽ ഏറ്റവും ക്ഷയിച്ചു. ഭക്ഷണമില്ല, ആടില്ല, മാടില്ല. അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സ്തംഭിച്ച് തിരുവചനം പറഞ്ഞ മിദ്യാന്യരാൽ ഇസ്രായേലിയർ ഏറ്റവും ക്ഷയിച്ചു. ആടില്ല, മാടില്ല, കഴുതയില്ല, ആഹാരമില്ല. എല്ലാം കൊണ്ടും 7 വർഷം മിദ്യാന്യർ ജനത്തിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ചപ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നത് 6-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെയും ഇസ്രായേൽ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. പലപ്പോഴും ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ ആഴം എന്തെന്ന് നാം അറിയാതിരിക്കുമ്പോൾ പലപ്പോഴും വിട്ടുമാറാത്ത രോഗങ്ങൾ, പലപ്പോഴും ഉളവാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, പലപ്പോഴും ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയമായി ഒരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, പലപ്പോഴും എല്ലാം ഉണ്ടെങ്കിലും ഒരു ഉണങ്ങി പരിപരുത്ത വല്ലാത്ത ഒരവസ്ഥ, എത്ര തെള്ളി നീക്കിയാലും നീങ്ങിപ്പോകാതെ വണ്ണം ഒരു ബാധ്യത ഒഴിവാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ആ ബാധ്യത തീർക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ അത് ആ തീർക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൂടെ ചേർന്ന് രണ്ടും ഒരു ബാധ്യതയായി മാറുകയാണ്. അപ്പോൾ ഒന്നുകൊണ്ടൊന്നിനെ നികത്തുവാൻ പോലും കഴിയാത്ത വിധത്തിൽ എല്ലാം സ്തംഭിക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മീയ ജീവിതത്തിലെ ചെറിയ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ദൈവം അനുവദിക്കുന്നത് നമുക്ക് അനുവദിക്കാം. പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അനുവദിക്കാതെ ജീവിതത്തിന്മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് പോലെ, കാരണം പ്രാർത്ഥിച്ചാൽ മറുപടിയില്ല, കാരണം അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഒരാശ്വാസം ലഭ്യമാകണം, ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ല. സ്തോത്രം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടണ്ടേ. ആരാലും ദൈവിക ഒരു ഇടപെടലില്ലാതെ വല്ലാത്ത പരിവരുത്തതായ അന്തരീക്ഷം, ദൈവം അനുവദിക്കുന്ന കഷ്ടതകളിൽ, ദൈവം അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ, ദൈവം അനുവദിക്കുന്ന പ്രയാസങ്ങളിൽ, സ്തോത്രം, ആ പ്രശ്നങ്ങൾക്കെല്ലാം നടുവിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അതൊരിക്കലും ഒരു വരണ്ട അവസ്ഥയല്ല. അതിൻ്റെ അകത്ത് ഭക്തനായിരിക്കുന്ന പൗലോസും കൂടെയുള്ള 275 പേരും കപ്പൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരാ, പക്ഷെ പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർച്ചയുണ്ട്. പക്ഷേ ദൈവം അനുവദിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മെ നിലനിർത്തുവാൻ ആത്മീയമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ ഇസ്രായേൽ ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതുകൊണ്ടാണ് ഇസ്രായേലിനെ ദൈവം സ്വത്രം മിദ്യാന്യർക്കും ഏൽപ്പിച്ചു കൊടുത്തത്. കിഴക്കേ ദേശക്കാർക്ക്, അമാലേക്യർക്ക്, മിദ്യാന്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവർ ജീവിതത്തിൻ്റെ അകത്ത് വല്ലാതെ പരിവരുത്ത അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. അവിടെ സ്തോത്രം, ഈ ഭക്തനായിരിക്കുന്ന ഗിദയോൻ പറയുന്നൊരു ഭാഗമുണ്ട് ദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നത്. ഹല്ലേലൂയ, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മിസ്രൈമിൽ നിന്ന് ദൈവം നമ്മളെ കൊണ്ടുവന്നതാണെന്ന്. ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് പിതാക്കന്മാർ, അത് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അന്ന് മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എവിടെ? പിതാക്കന്മാരാൽ ഞങ്ങൾ കേട്ടിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ എവിടെ? ആ ദൈവത്തിന് ഈ കഷ്ടതയിൽ നിന്ന് നമ്മളെ ഒന്ന് ഉദ്ധരിക്കാൻ കഴിയത്തില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ നിരാശകരമായിരിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്ക് പലപ്പോഴും നമ്മുടെ തലമുറകൾക്കകത്ത് സ്വത്രം ദൈവം നടത്തിയ വിധങ്ങളെയും വഴികളെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെയും പറഞ്ഞു കേട്ട തലമുറയായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം സ്വത്രം ദൈവം കർക്കശമായി കൂടി ആലോചിച്ചെന്തോ ഒരു വേദന ഞങ്ങളുടെ മേൽ തന്നു, ദൈവത്തിന് ഇതൊക്കെ മാറ്റാൻ കഴിയും എന്നൊരു വിചാരത്തിലേക്ക് ഈ മനുഷ്യനായിത്തീരുകയാണ്. ആ ഭക്തൻ പറയുന്നൊരു ഭാഗമുണ്ട്, ഇപ്പോൾ ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ എവിടെ? ദൈവം നമ്മെ
പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരു പറ്റം ആളുകളും ചിന്തിക്കുന്നത്, സ്തോത്രം, ദൈവം പണ്ട് അത്ഭുതം ചെയ്തു, ഇന്നെന്തുകൊണ്ട് ചെയ്യുന്നില്ല? പണ്ട് ഞങ്ങളെ വിടുവിച്ചു, ഇന്നെന്തുകൊണ്ട്? എല്ലാം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്താ, ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്തോത്രം, നീ കിടക്കുമ്പോൾ, നീ നടക്കുമ്പോൾ എല്ലാം നീ ദൈവത്തിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പിതാക്കന്മാരോട് പറഞ്ഞത്, നിന്റെ തലമുറയോട് നിങ്ങളിത് പറയണം. പക്ഷേ ഈ ഒരു കാലയളവിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളോ ദൈവം ചെയ്ത വിധങ്ങളെയോ പിതാക്കന്മാർ തലമുറകളോട് പറയാത്തത് മൂലം അവർ ദൈവത്തെ പരിഹസിക്കുകയും ദൈവത്തെ മറുത്ത് ദൈവസന്നിധി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചത്, യഹോവ അവനെ നോക്കി. നിരാശപ്പെട്ടിരിക്കുന്ന ഭക്തനെ യഹോവ നോക്കി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നിരാശയ്ക്കകത്ത് നിന്ന് ദൈവം അവനെ നോക്കിയപ്പോൾ നീ ചോദിച്ചില്ലേ, ആ പഴയ അത്ഭുതം എവിടെ? സ്വർഗം പറഞ്ഞത്, നീ മിദ്യാന്യരെ ഒരു മനുഷ്യനെ പോലെ ഒരു ബറ്റാലിയനായി കടന്നു വന്ന് ഗസ വരെ, സ്തോത്രം, വിളവ് നശിപ്പിക്കാൻ, സ്തോത്രം, ടെന്റ് അടിച്ച് ആ പാർക്കുന്ന വെട്ടിക്കിളിയെ പോലെ വന്ന് പാർക്കുന്ന ആ മിദ്യാന്യരെയും അമാലേക്യരെയും കിഴക്ക് ദേശക്കാരെയും ഉന്മൂലനം ചെയ്യാൻ ഒരു വലിയ പടക്കൂട്ടത്തിന് നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെയല്ല, കേവലം ഒരു മനുഷ്യനെ തകർക്കുന്ന പോലെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അകത്ത് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുമ്പോൾ ആ ഭക്തനോട് പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഈ ബലത്തോടെ പോയിക്കൊള്ളുക. ആ വാക്ക് പറഞ്ഞതിന് ശേഷം യഹോവ പറയുന്നത്, സ്തോത്രം, ഞാൻ പഴയ കാലത്ത് എൻ്റെ പിതാക്കന്മാരോട്, അല്ലെങ്കിൽ നിന്റെ പിതാക്കന്മാരോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്തോത്രം, നിങ്ങൾ ചെന്ന് പാർക്കുന്നിടത്ത് ഞാനല്ലാതെ ഒരന്യദൈവവും നിങ്ങൾക്കുണ്ടാകരുത്. പക്ഷേ നിങ്ങൾ എവിടൊക്കെ വന്ന് പാർത്തോ അവിടെയൊക്കെ എനിക്കനിഷ്ടമായത് ചെയ്തു. ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു, ആ ബലിപീഠങ്ങളെ നീ ഇടിച്ചു കളയണം. നിന്റെ പിതാക്കന്മാരുടെ ബലിപീഠങ്ങൾ പലതും അവിടെ ഉണ്ട്, അതെല്ലാം ഇടിച്ചു കളഞ്ഞ്, സ്തോത്രം, ഞാൻ നിന്നോട് പറയുന്നത് പോലെ ചെയ്യുവാൻ കൽപ്പിച്ചപ്പോൾ ഈ ഭക്തൻ അതിനെ ഏറ്റെടുത്ത് ചെയ്യുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയംഗമായി ജീവിതത്തിന്റെ വ്യക്തിപരമായ മേഖലകളിൽ ഏതെങ്കിലും തലത്തിൽ ദൈവത്തിന് അനിഷ്ടമായ ബലിപീഠങ്ങളോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ടുകളോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദുസ്സംസാരങ്ങളോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപപ്രവൃത്തികളോ ദൈവം അനുവദിക്കാത്തത് എന്തെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, ഇസ്രായേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പാളയത്തിൻ്റെ അകത്ത് പുളിപ്പ് കാണരുത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും തലത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊരു തോന്നൽ നിങ്ങളിലുള്ളവാകുന്നെങ്കിൽ ആ വിഷയത്തെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് ഉടച്ചു മാറ്റിയിട്ട് വെട്ടേണ്ടതിനെ വെട്ടുകയും ഇടിക്കേണ്ടതിനെ ഇടിക്കുകയും നിർത്തേണ്ടതിനെ നിർത്തുകയും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ, പുതിയ തീരുമാനത്തോടെ, പുതിയ ചിന്താഗതിയോടെ, പുതിയൊരു മനസ്സോടെ ദൈവസന്നിധിയിലേക്ക്, അബ്ബാ എന്നിലേക്ക് പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിലാപത്തെ, നിങ്ങളുടെ നിരാശയെ ദൈവം പൂർണ്ണമായി മാറ്റിത്തരും. അത് മറ്റൊരാളിലൂടെയല്ല, നിരാശപ്പെട്ടിരിക്കുന്ന അതേ വ്യക്തിയിലൂടെ പറയാ, ഈ ബലത്തോടെ പോയിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ നിങ്ങൾ തളർന്നോ? ഭയപ്പെടരുത്. ഈ ബലത്തോടെ പോകാൻ ദൈവം നിയോഗിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ ജയിക്കാൻ നിങ്ങളെ തന്നെ ദൈവം ശക്തീകരിക്കും. പലപ്പോഴും പ്രാർത്ഥനയിൽ വലിയ ശക്തരായ പലരും പ്രാർത്ഥിച്ചിട്ട് വിടുതൽ ഏറ്റെടുക്കാൻ കഴിയാത്ത പല മേഖലകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അത് അവരുടെ കുഴപ്പമല്ല, നിങ്ങളെ ദൈവം ഒരായുധമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിധേയപ്പെടുക. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിധേയപ്പെട്ട ആ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ ഒരു വലിയ വിജയം പ്രാപിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിരാശപ്പെടേണ്ട. വഴി തുറപ്പാൻ നിന്നെ ദൈവം ശക്തീകരിക്കും. ഭക്തനായിരിക്കുന്ന പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ദൈവമായ കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.